കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രധാനമായിട്ട് വിശ്വാസം എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 4 പ്രത്യേക വിശ്വാസത്തിന് 4 ഗ്രേഡ്സിനെ നമ്മൾ കാണുവാനിടയായി തീർന്നു. 1 അൺബിലീഫ്, 2 നോ ബിലീഫ്, 3 ലിറ്റിൽ ഫെയ്ത്ത്, 4 ഗ്രേറ്റ് ഫെയ്ത്ത്. എന്താണ്, എങ്ങനെയാണ് ഇത് വെളിപ്പെടുവാനിടയായി തീരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതെല്ലാം വിശ്വാസം വെളിപ്പെടുന്നത് വാക്കിൽ കൂടെയല്ല, വിശ്വാസം വെളിപ്പെടുന്നത് പ്രവൃത്തിയിൽ കൂടെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന് യാതൊരു ഗുണവുമില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ആ വിശ്വാസത്തിനനുസൃതമായിട്ട് പ്രവൃത്തിയില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല. തുടർന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നത് എന്തുകൊണ്ട് വിശ്വാസം ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ കാണുവാനിടയായി എങ്ങനെ വിശ്വാസത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കും. പ്രധാനമായിട്ട് 6 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, വിശ്വാസത്തിൽ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം. കേൾക്കുന്നത് നമ്മൾ ധ്യാനിക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. 2, നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. 3, നമ്മൾ മനസ്സിലാക്കിയത് വിശ്വാസത്തിൽ നമ്മൾ വ്യാപാരം ചെയ്യുമ്പോൾ, ട്രേഡിങ് ദ ഫെയ്ത്ത്, വിശ്വാസത്തെ വ്യാപാരം ചെയ്യുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു. 4, നമ്മൾ കണ്ടത് നമ്മൾ പരീക്ഷകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തുവാനായിട്ടിടയായിത്തീരുന്നു. ലാസ്റ്റ് നമ്മൾ കാണുവാനിടയായിത്തീരുന്നത് നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ വചനം നമ്മൾ ആവർത്തിക്കുമ്പോൾ, നമ്മുടെ നാവിൽ കൂടെ ആ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുവാനായിട്ടിടയായിത്തീരുന്നു. ഇന്ന് രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ ഇനിയും ലിറ്ററലി നമ്മൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വളരെ വിലമതിക്കപ്പെട്ട ഒരധ്യായമാണ്. അനേക വിശ്വാസികളെ ബലപ്പെടുത്തുന്ന ഒരധ്യായമാണ്. ഈ തുടർന്ന് നമ്മൾ 1 by 1 ആയിട്ട് വിശ്വാസ വീരന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. വളരെ ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് നിങ്ങളായിരിക്കണം. പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് ഇന്ന് രാത്രി നമ്മളിവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ 1-2 വാക്യങ്ങൾ പഠിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ആ വാക്യത്തിലേക്ക് കടന്നു പോകുന്നില്ല. അവിടെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഈ കാണുന്ന ലോകത്തിനോ ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് താൻ ആരെ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചോ നിങ്ങൾക്കറിയാം. എബ്രായ വിശ്വാസികളെയാണ് താൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ വിശ്വാസികളോട് താൻ ഉൾപ്പെടെ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: നാം ഒന്ന് അറിയുന്നു. എന്താണ് നമ്മൾ അറിയുന്നത്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന അറിവിനെ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്നോ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നോ നാം അറിയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്രകാരം ഒരറിവിന് ഒരു ചൂണ്ടിക്കാണിക്കുവാൻ പ്രത്യേകമായ കാരണമുണ്ട്. ആദ്യകാലം മുതൽ തന്നെ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചുവെന്ന് വിശ്വസിക്കാത്ത പല ഉപദേശങ്ങൾ അന്ന് ഇന്നും ഈ ഭൂമിയിൽ ഉണ്ട്. ഇന്നും പലരുടെയും മുൻപിൽ ഒരു ചോദ്യ വിഷയമാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണോ? ദൈവമാകുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ? ഒരു കൂട്ടം ആൾക്കാർ ധനവാന്മാർ, വേറൊരു കൂട്ടം ആൾക്കാർ പാവങ്ങൾ. ഒരു കൂട്ടം ആൾക്കാർ സമൃദ്ധിയിൽ ജീവിക്കുന്നു, മറുകൂട്ടം ആൾക്കാർ വളരെ ദരിദ്രരായിത്തീരുന്നു. ഇപ്രകാരം ഡിഫറൻ്റ് ആയിരിക്കുന്ന അവസ്ഥകളിൽ ഉള്ള ജനത്തെ എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു? ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു പക്ഷേ ചോദിക്കുമായിരിക്കാം. ഇന്നെന്ന പോലെ തന്നെ അന്നും ഇപ്രകാരമുള്ള അവകാശവാദങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. ദൈവമല്ല ഇതിൻ്റെ പിന്നിലെന്നും മറ്റ് പല രീതികളിലാണ് ഈ ഭൂമി എക്സിസ്റ്റ് ആയെന്നും പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് ഇപ്രകാരം പറയുകയാണ്: കാണുന്ന ലോകത്തിനോ ഈ ദൃശ്യമായ ലോകത്തിനല്ല കാരണമെന്ന് വരുവാറ്. എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യമായിരിക്കുന്ന ഒരു ലോകം, ഇന്ന് നാം കാണുന്നതായിരിക്കുന്ന ലോകം,
നമ്മൾ കാണപ്പെടുന്നതായിരിക്കുന്ന ലോകം നമ്മൾ ഇന്ന് കാണുന്നത് കൊണ്ടാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല അതിൻ്റെ ആദ്യത്തെ അവസ്ഥ. എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് 3 പ്രത്യേകമായിരിക്കുന്ന തിയറീസ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ എക്സിസ്റ്റൻസ്. ഒന്ന് മെറ്റീരിയലിസം, ഭൗതികവാദം. ആ പ്രത്യേകമായിരിക്കുന്ന കൂട്ടം ആൾക്കാർ പറയുന്നത് എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് മെറ്റീരിയൽ. മെറ്റീരിയൽ കൊണ്ടാണ് എല്ലാം തുടക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. എല്ലാത്തിൻ്റെയും ഒരാരംഭം ഒരു മെറ്റീരിയലാണ്. അതാണ് തുടങ്ങുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ഇപ്രകാരമാണ് ഇതൊക്കെയും ഉടലെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. രണ്ടാമത്തെ തിയറി എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം, പരിണാമവാദം. നിങ്ങൾക്കറിയാം, ഡാർവിൻ ഉൾപ്പെടെയുള്ള പലരും ആ തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചുന്നവരാണെങ്കിലും അവർ പറയുന്നുണ്ട്, ഒന്ന് മറ്റൊന്നിനെ ജനിപ്പിക്കുന്നു. ഒരു ചെറിയ ബിന്ദുവായിട്ട് തുടങ്ങിയത് ഇന്ന് ഈ കാണുന്നതായി മാറ്റപ്പെട്ടു. അതുപോലും ഇന്ന് പൂർണ്ണമായി തെളിയിക്കപ്പെടുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിത്തീർന്നിരിക്കുകയാണ്. മൂന്നാമത്തേതാണ് അദ്വൈതവാദം, പാൻറ്റിസം. പ്രത്യേകമായിട്ട് ഇന്ന് ന്യൂ ജനറേഷൻ സയൻസ് പഠിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എവറിത്തിങ് വാസ് സീൻ ഇൻ ദ ഫോം ഓഫ് ആൻ ആറ്റം. എല്ലാത്തിൻ്റെയും തുടക്കം ഒരാറ്റത്തിൽ കൂടെയാണ്. ആറ്റമാണ് എല്ലാം തുടങ്ങുവാൻ കാരണമായി തീർന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് കാണുന്നതായിരിക്കുന്ന ഭൂമി, ഇന്ന് കാണുന്നതായിരിക്കുന്ന ലോകം, ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ എല്ലാം അങ്ങനെയെന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ 3 വാദഗതികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്ന ഒരു മെറ്റീരിയൽ അഥവാ ഒരാറ്റം, അത് ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ കൊണ്ടാണ് ഇതുണ്ടാക്കപ്പെട്ടതെങ്കിൽ എവിടുന്നാണ് ആദ്യത്തെ മെറ്റീരിയൽ ഉണ്ടാക്കപ്പെട്ടത്? അതിനെക്കുറിച്ച് ആർക്കും ഒരു കാരണം പറയുവാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ കാരണമായി തീർന്നത്? ഇത്രമാത്രം മനോഹരമായി തീർന്ന മനോഹരമായിരിക്കുന്ന ഭൂമി, അതിനോടുകൂടി ചേർന്ന സൗരയൂഥങ്ങൾ, ഭൂമിയിലുള്ളതായിരിക്കുന്ന സകലവിധമായ ജീവജാലങ്ങൾ ഇത്രമാത്രം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രം? ഒരു കാര്യം ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്ന ദൃശ്യമായ ലോകത്തിനല്ല കാരണമെന്ന് പെരുമാറ്. അപ്പോൾ ഇതിനകത്തുള്ളതല്ല, ദൃശ്യമായതൊന്നല്ല. അതിൻ്റെ ന്യൂ ട്രാൻസ്ലേഷൻ, NIV ട്രാൻസ്ലേഷൻ വളരെ അർത്ഥവത്തായിരിക്കും ട്രാൻസ്ലേഷനാണ്. ഞാൻ ആ വാക്യം നിങ്ങളോട് വായിക്കട്ടെ. ബൈ ഫെയ്ത്ത് we understand that the universe was formed as God's command, so that what is seen was not made out of what was visible. എന്താണ് കാണപ്പെടുന്നത്, കണ്ടത് എന്താണോ അതുകൊണ്ടല്ല ഈ അദൃശ്യമായത് സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ദൃശ്യമായത് സൃഷ്ടിക്കപ്പെട്ടത്, ഇന്ന് കാണപ്പെടുവാൻ സാധിക്കാത്തത്, അതുകൊണ്ട് ഇന്ന് ഒന്ന് കാണപ്പെടുന്നതിനെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈ ലോകം 2 രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ദൃശ്യമായത് ഒന്നുണ്ട്, 2 അദൃശ്യമായതുണ്ട്. ദൃശ്യമായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുമെങ്കിൽ അദൃശ്യമായിരിക്കുന്ന പലതും നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കത്തില്ല. അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് ദൈവം ഓരോന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് അനുസൃതമായിട്ട് ഒരു ഗ്രേഡ് വ്യത്യാസം കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആത്മജീവികളെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത് സ്പിരിറ്റ് ബീയിങ് ആണ്. അതും എന്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാ? അതിനൊരു സ്പിരിറ്റ് ഉണ്ട്, ഇറ്റ്സ് എ മെറ്റീരിയൽ. പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? എൻ്റെ ഈ കണ്ണുകൊണ്ട്, ഭൗതിക കണ്ണുകൊണ്ട് എനിക്കത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെയോ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എനിക്ക് കാണപ്പെടുവാൻ സാധിക്കുന്ന കാഴ്ചകൾ മാത്രം. ഈ ലോകത്തിൽ എന്തെല്ലാം മെറ്റീരിയലായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും എനിക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കാണുവാൻ സാധിക്കാത്ത ചിലതിനെ നമുക്കറിയാം. കാണുവാൻ സാധിക്കാത്ത ചിലതുണ്ട്, അതിനും തമ്മിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കാഴ്ച ആ ലെവൽ മാത്രമല്ല, ബാക്കി എല്ലാ ലെവലുകളിലും അത് എൻ്റർ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനും ചില ലിമിറ്റേഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൃശ്യമായതൊന്നുണ്ട്, അദൃശ്യമായതൊന്നുണ്ട്.
എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദൃശ്യമായിരിക്കുന്ന ഒന്നിനെ കൊണ്ട് ദൃശ്യമായതൊന്നിനെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം എൻ്റെ വേർഡ്. അദൃശ്യമായിരിക്കുന്ന ഒന്നിനെ കൊണ്ട് ദൃശ്യമായിരിക്കുന്ന ഒന്നിനെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. അദൃശ്യമായിരിക്കുന്ന ഒന്നിനെ കൊണ്ട് എന്തെങ്കിലും സൃഷ്ടിച്ചുവെങ്കിൽ അത് അദൃശ്യമായി തന്നെ നിൽക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അദൃശ്യമായിരിക്കുന്ന ഒന്നിനെ കൊണ്ട് ദൃശ്യമായതിനെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല എങ്കിൽ ദൃശ്യമായത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ ദയവായിട്ട്. ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത്. ഭൂമി മുഴുവൻ പാഴും ശൂന്യമായിരുന്നു. വെള്ളം അതിന്മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ മീതെ പരിവച്ചുകൊണ്ടിരുന്നു. എന്നാൽ ബാക്കിയുള്ള സകല സൃഷ്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം എന്ത് നേരത്തെ ഉണ്ടാക്കിയോ അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്യുവാനിടയായിട്ട്. ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ വേർഡ്. എന്ത് ദൈവം ആദ്യം ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ ആകാശം ഭൂമിയും അത് ശൂന്യതയിലാണ് ദൈവം സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നത്. ശൂന്യതയിൽ നിന്നുകൊണ്ട് ദൈവം അത് സൃഷ്ടിച്ചുവെങ്കിൽ ദൈവം പിന്നീടുള്ള സകല സൃഷ്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതായിരിക്കുന്ന ആ സൃഷ്ടിപ്പിൽ കൂടെയാണോ ബാക്കിയെല്ലാം സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾക്കറിയാം, ദൈവം എന്തു ചെയ്തു? ആ ഭൂമി, വെള്ളത്താൽ മൂടപ്പെട്ട ഭൂമി, ദൈവം ഇപ്രകാരം പറഞ്ഞു, ആ വെള്ളവും തമ്മിൽ വേർപരിവാരിക്കട്ടെ, ഒരാകാശവിധാനം ഉണ്ടാകട്ടെ. എവിടുന്നാണോ ആകാശവിധാനം ഉണ്ടാക്കിയത്, ഈ വെള്ളത്തെ രണ്ട് വേർപരിവായിട്ട് മാറ്റി അതിൻ്റെ വിധാനത്തിന് കൊടുത്തൊരു പേരാണോ ആകാശമെന്ന് പറയുന്നത്. ശൂന്യതയല്ല നമ്മളവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. എങ്കിലും ആ സൃഷ്ടിപ്പെന്ന് പറയുന്നത് ദൈവം ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു, വെള്ളം അവിടെ കടന്നു വന്നു എന്ന് പറയുന്നത് വരെയുള്ള വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സൃഷ്ടിപ്പല്ല നമ്മളവിടെ കാണുന്നത്. ആ സൃഷ്ടിപ്പുകളൊക്കെയും ഒരു ശൂന്യതയിലാണ് സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഒന്നുമില്ലായ്മയിലാണോ അത് സൃഷ്ടിക്കപ്പെട്ടത്? ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുമ്പോഴും വെള്ളം അതിന്മീതെ മൂടുവാൻ ഇടയായിത്തീർന്നപ്പോഴും അവിടെയൊക്കെയും ഒരു ശൂന്യതയിന്മേലാണോ അതൊക്കെയും ഉളവാകുവാൻ കാരണമായിത്തീർന്നത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് സകലവിധമായിരിക്കുന്ന ഈ സസ്യാദികൾ വൃക്ഷങ്ങളൊക്കെയും ഉളവാകട്ടെ. എവിടുന്നാണ് ഉളവായത്? ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന മെറ്റീരിയൽ അഥവാ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന്, ആ ഭൂമിയിൽ തന്നെയാണോ ഈ സകല ജീവജാലങ്ങൾ ഉളവാകുവാൻ കാരണമായിത്തീർന്നത്. പറവകൾ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. എവിടുന്നാ അത് ഉണ്ടായത്? ദൈവം വെള്ളങ്ങളെയും തമ്മിൽ വേർപരിച്ച് വെള്ളത്തിൻ്റെ ഒരു കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടപ്പോൾ ദൈവം ഒരു കാര്യം കൽപ്പിച്ചു, വെള്ളത്തിൽ നിന്ന് ഇതൊക്കെയും ഉളവാകുവാൻ ഇടയായിത്തീരട്ടെ. വെള്ളത്തിലാണ് മത്സ്യങ്ങൾ ഉളവായത്, വെള്ളത്തിൽ നിന്നാണ് പറവകൾ ഉളവായിത്തീർന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ ഇതിലൊക്കെയും ബേസായിട്ട് ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന സൃഷ്ടിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് മെറ്റീരിയൽ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണോ ദൈവം ഉളവാക്കുവാൻ കാരണമായിത്തീർന്നത്. ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഒന്നുമില്ലായ്മയുടെ ശൂന്യതയിൽ, ഏതുമില്ലായ്മയിൽ, അവിടെ ഈ ഭൂമിയില്ലായിരുന്നു, ലോകമില്ലായിരുന്നു, ലോകത്തിൽ ഒന്നുമില്ലായിരുന്നു. എന്താ അവിടെ ഉള്ളത്? ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം എന്ന് പറയുവാൻ സാധിക്കുന്ന ആ ദൈവത്തിൻ്റെ ആളത്വമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു. വേറൊന്നും ഈ ഭൂമി എന്ന് പറയുവാൻ പോലും, അന്ന് പേര് കൊടുക്കുവാൻ പോലും ഒരു ഭൂമി അന്നില്ല. വെറും ശൂന്യതയുടെ നടുവിൽ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ, ഒന്നുമില്ലാത്തതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അവിടെയാണ് സർവശക്തനായ ദൈവം നിൽക്കുവാൻ ഇടയായിത്തീർന്നത്. ദൈവം നിന്നിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെയാണോ നമ്മളിവിടെ കാണുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുന്നു, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ്. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് അദൃശ്യമായിരിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ദൃശ്യമായത് അദൃശ്യമായതിൽ നിന്ന് കടന്നു വന്നതല്ല. ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് ദൈവം
ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസൻ അവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ലോകത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന വാദങ്ങളും, ഭൂമി എങ്ങനെ എക്സിസ്റ്റ് ആയിരിക്കുന്നു, ബാക്കിയുള്ള സകല ജീവജാലങ്ങൾ എങ്ങനെ എക്സിസ്റ്റ് ആയിരിക്കുന്നുവെന്ന സകലവിധമായിരിക്കുന്ന വാദഗതികൾ, എന്തെല്ലാം ആരെല്ലാം സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനൊന്നും പൂർണ്ണമായിരിക്കുന്ന ഒരു കൺഫർമേഷൻ കൊടുക്കുവാൻ സാധിക്കാതെ, അതിൻ്റെ തുടക്കത്തിനൊരു കൺഫർമേഷൻ കൊടുക്കുവാൻ സാധിക്കാതെ അതെല്ലാം ശുദ്ധ അബദ്ധമെന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് ഒരു കാര്യം അറിയാം, അവർ വിശ്വാസത്താൽ മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. അവർ വിശ്വാസത്താൽ മനസ്സിലാക്കുന്നത് ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഇതെന്തോ ഒരു സിദ്ധാന്തം പറഞ്ഞ് പഠിപ്പിച്ചിട്ടല്ല നമ്മളാരും ഇത് വിശ്വസിച്ചത്. ആരോടെങ്കിലും ചോദിക്കുക, നിങ്ങൾക്കിതിൻ്റെ സയൻറ്റിഫിക് ആയിരിക്കുന്ന റീസൺസ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും ഒന്നും പറഞ്ഞു കൊടുക്കുവാനില്ല. എവിടുന്നാ ഈ ലോകമുണ്ടായത്, എങ്ങനെയാ ഇതുണ്ടായത്? എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ദൈവത്തിൻ്റെ വിശുദ്ധവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ണുമടച്ച് നമ്മളത് എടുക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ കണ്ണുമടച്ചെടുക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയം കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എങ്ങനെ ആണോ ഇതൊക്കെയും ചെയ്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയെന്നല്ല നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും ഈ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഒരുമിച്ച് പങ്കെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. തൃത്വമാകുന്ന ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ഈ 3 ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും സൃഷ്ടിപ്പുമായിരിക്കുന്ന ബന്ധത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. ഒരിക്കൽ കൂടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 2 and 3. ശ്രദ്ധിക്കണം, ആ ഭാഗം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ലാതെ കിടന്ന ഒരു ഭൂമി, വെറും പാഴും ശൂന്യമായിരിക്കുന്ന ഒരു ഭൂമി. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ യുഗങ്ങളുടെ വ്യത്യാസങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കും. അതിന് തൊട്ട് പിന്നാലെ നടന്ന വിഷയമല്ല 1-2 അധ്യായങ്ങൾ, 1-2 വാക്യങ്ങൾ. അതിൽ 1-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് പറയുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ആദിയിൽ ദൈവം സൃഷ്ടിച്ചത് ആകാശം ഭൂമിയും ആകുന്നുവെങ്കിൽ ഈ ആകാശഭൂമിയും പാഴും ശൂന്യമെന്നോ ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണോ ഈ ഭൂമി പാഴും ശൂന്യമായത്? അഥവാ ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് തന്നെ, ദൈവം ആദ്യമായിട്ട് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവം അതിനെ പാഴും ശൂന്യമായിട്ടാണോ സൃഷ്ടിച്ചത്? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവം ആരാകുന്നുവോ ദൈവത്തിൻ്റെതായിരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. ദൈവം തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ തിരുവചനം പ്രകാരം പറയുന്നുണ്ട്, വൃക്ഷം നല്ലതാണെങ്കിൽ അതിൻ്റെ ഫലം നല്ലതാണ്, വൃക്ഷം ചീത്തയാണെങ്കിൽ അതിൻ്റെ ഫലം ചീത്തയാണ്. അപ്പോൾ നല്ലവനാകുന്ന ദൈവത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത് പാഴും ശൂന്യവുമല്ല. നല്ലവനാകുന്ന ദൈവം സൃഷ്ടിക്കുന്നത് നല്ലത് മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ചു അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആദ്യമുണ്ടായിരുന്ന ഭൂമി, ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ആകാശഭൂമിയും ദൈവം അതിനെ ഒരു പെർഫെക്ഷനിൽ ദൈവമാക്കി വെച്ചുവെങ്കിൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചതാണ് അത് പാഴും ശൂന്യമാകുവാൻ കാരണമായിത്തീർന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അതിൻ്റെ നടുവിൽ സംഭവിച്ചു. എന്തിനാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? വായിച്ചാട്ട് യെശയ്യാ 45-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 45 വേഴ്സ് 18. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, ശ്രദ്ധിക്കണം ആ വേർഡ്. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് നമുക്ക് അവിടെ വളരെ ക്ലിയറാണ്. ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുകയാണ്, അവൻ ഭൂമിയെ ഉറപ്പിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, എന്നിട്ട് ദൈവം അതിനെ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഭൂമി എന്താണ് ദൈവം ആഗ്രഹിച്ചത്? ഈ ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു? വെറുതെ വ്യർത്ഥമായി കിടക്കുവാനല്ല ദൈവം ഭൂമിയെ ഉറപ്പിച്ചത്, പിന്നെയോ
പാർപ്പിനത്രേ. അപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഇത് വ്യർത്ഥമായി കിടക്കരുത്, ഇതിനകത്ത് നിവാസികൾ ഉണ്ടാകണം, ഇതിനകത്ത് ആൾക്കാരുണ്ടാകണം, ഇതിനകത്ത് എല്ലാം എന്തെല്ലാം ഉണ്ടാകണമോ അതെല്ലാം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഈ ഭൂമി പാഴും ശൂന്യമായി കിടക്കരുതെന്നുണ്ടായിരുന്നുവെങ്കിൽ, അതിനനുസരിച്ച് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചുവെങ്കിൽ ആ ഭൂമിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. ദൈവം ഒരിക്കൽ നോക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവം നോക്കിയപ്പോൾ കണ്ട കാഴ്ച വായിച്ചോട്ട് യെരമ്യാ 14-ാം അധ്യായം 23 മുതൽ 26 വരെ. ജെറമ്യാ ചാപ്റ്റർ 4 വേഴ്സ് 23 to 26. ഞാൻ ഭൂമിയെ നോക്കി, ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയെ നോക്കി. ശ്രദ്ധിക്കുക ഈ വേർഡ്, അതിനെ പാഴും ശൂന്യമായി കണ്ടു. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യമായി കണ്ടു. നമ്മൾ കണ്ടു, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് പാഴിനു വേണ്ടിയല്ല, ശൂന്യമായി കിടക്കുവാനല്ല ദൈവം സൃഷ്ടിച്ചത്. പിന്നെയോ ഈ ഭൂമി സംഭവം പാഴും ശൂന്യമായി. അപ്പോൾ ഈ പാഴും ശൂന്യമായി കിടക്കുന്ന സമയത്താണ് സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും ഭൂമിയെ നോക്കുമ്പോൾ ദൈവം കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യമായി കണ്ടു. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായി തീർന്നു. എന്താണ് അങ്ങനെയാകുവാൻ കാരണം? നമുക്ക് വ്യക്തമായിരിക്കുന്ന തെളിവുകൾ നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ദൈവം ആദമിനെ ഹവ്വയെയും ഈ ഭൂമിയിലാക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ദൈവത്തിലെ ദൂതന്മാരായിരുന്നു അന്ന് ഈ ഭൂമിയിൽ വാണുകൊണ്ടേയിരുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പർദീസകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 7 പർദീസകളെ നമുക്ക് കാണുവാൻ സാധിക്കും. 7 തട്ടുകൾ എന്നുള്ളതല്ല, പിന്നെയോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന 7 പർദീസകൾ ഇനിയും ഉണ്ടാകുവാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പർദീസയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരുമിച്ച് ദൈവത്തോടുകൂടെ ചേർന്നിരുന്നതായിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യൻ ഈ ലോകത്തിലാകുന്നതിന് മുമ്പ്, മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അന്ന് ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചതായിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ. അതിൽ നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രധാനമായിട്ട് 3 ഗണങ്ങളെ കാണുവാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിന് വേണ്ടി സൈന്യം യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ വീരനായിരിക്കുന്ന ഒരു സംഘം ദൂതന്മാർ. 2, ദൈവത്തിൻ്റെ ദൂതുവാഹികളായിരിക്കുന്ന ഒരു സംഘം ദൂതന്മാർ. 3, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ദൂതന്മാർ. അതിൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെ തലവൻ്റെ പേരാണ് മീഖായേൽ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ദൂതുവാഹികളായി കടന്നു പോകുന്ന ദൂതന്മാരുടെ തലവനാണ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവമാക്കി വെച്ച അന്നത്തെ ദൂതന്മാരായിരുന്നു, അതുവഴി തലവനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. ലൂസിഫർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് തന്നെ പറയുന്നത് ദ മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം എന്നാണ്. അപ്പോൾ എന്താണ് ഈ പുള്ളിക്ക് സംഭവിച്ചത്? ഈ പുള്ളിക്ക് ചില തെറ്റുകൾ പറ്റി. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന നിഷ്കളങ്കതയിൽ ദൈവം ആ ദൂതനെ ആക്കി വെച്ചുവെങ്കിൽ ആ ദൂതൻ അവിടെ വെച്ച് കാപട്യത്തിലേക്ക് കടന്നുപോയി. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം മീതെ വെക്കും, എൻ്റെ നക്ഷത്രം എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ മീതെ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ദൂതനെ ആ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുവാനിടയായിത്തീർന്നു. അതാണ് യെശയ്യാ 14-ാം അധ്യായം, യെശയ്യാ ചാപ്റ്റർ 14 വേഴ്സ് 12 to 14 വായിക്കേണ്ട കാര്യമില്ല. യെശയ്യാവ് 14, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് യെഹെസ്കേൽ ചാപ്റ്റർ 28 വേഴ്സ് 11 to 17. യെശയ്യാവ് 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും യെഹെസ്കേൽ 28-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആ വിഷയങ്ങൾ കാണുവാൻ സാധിക്കും. ദൈവം ആ ദൂതനെ തള്ളിക്കളഞ്ഞു. ആ ദൂതൻ തള്ളിക്കളയപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അതിനുശേഷം അന്നുണ്ടായിരുന്ന ലോകത്തെ ദൈവം ശാപഗ്രസ്തമാക്കി തീർത്തതാണ് ഈ ഭൂമി പാഴും ശൂന്യമാകുവാൻ കാരണമായിത്തീർന്നത്, ഇപ്രകാരം ശൂന്യമായി കിടക്കുവാൻ കാരണമായിത്തീർന്നത്. അതുകൊണ്ടാണ് ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, അവിടെ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ മാത്രമേ സൃഷ്ടിച്ചു എന്നുള്ള വേർഡ് യൂസ് ചെയ്തുള്ളൂ. ക്രിയേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി നോട്ട് ചെയ്തോണം. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നത് ഉണ്ടാകട്ടെ, മെയ്ഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. 3 വേർഡാണ്, 3 സ്ഥലത്താണ് ദൈവം സൃഷ്ടിച്ചു എന്നുള്ള വേർഡ് ദൈവം യൂസ് ചെയ്തേക്കുന്നത്. സൃഷ്ടിച്ചു എന്നുള്ള വേർഡിൻ്റെ ഗ്രീക്ക് വേർഡ് ബാര എന്നുള്ള വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
ഔട്ട് ഓഫ് നത്തിങ്, മെയ്ഡ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കി, ഒന്നുമില്ലാത്തതിൽ നിന്ന്, ഒന്നുമില്ല, യാതൊന്നും പറയുവാനില്ല, അതിൽ നിന്ന് ഉളവാക്കിയെടുത്തു. മെയ്ഡ് ഔട്ട് ഓഫ് നത്തിങ്, ഒന്നും തന്നെ പറയുവാനില്ല, അതിനകത്തു നിന്നാണ് ഉളവാക്കിയെടുക്കുന്നത്, ശൂന്യതയിൽ നിന്ന് ഉളവാക്കിയെടുക്കുന്ന ദൈവം. ഇതാണ്, ഈ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ശൂന്യതയിൽ നിന്ന് ഉളവാക്കിയവനാകുന്ന ദൈവം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചു. ഒന്ന്, ദൈവം സൃഷ്ടിച്ചത്, ആദിയിൽ ദൈവം ആകാശഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാമത് നമ്മൾ കാണുന്നത്, കൂട്ടത്തിൽ ഈ ജലജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. വായിച്ചാട്ട് 1-ാം അധ്യായം പെട്ടെന്ന്, ചാപ്റ്റർ 1 വേഴ്സ് 1, 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, ജെനസിസ് 1:1. ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. വേഴ്സ് 21, 21 സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം അവിടെ സൃഷ്ടിച്ചു. മൂന്നാമത് ദൈവം സൃഷ്ടിച്ചത് അതിൻ്റെ 27-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക, ഈ 3 ഭാഗത്ത് മാത്രമേ സൃഷ്ടിപ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. ഇത് ദൈവത്തിൻ്റെ റീക്രിയേഷന് മുൻപ്, 6 ദിവസത്തിന് മുൻപ് നടക്കുന്ന ഒരു ക്രിയയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് സൃഷ്ടിച്ചത് ജലജന്തുക്കൾ, പറവുകളെ സൃഷ്ടിച്ചു. 3 നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു. ബാക്കിയുള്ളത് എല്ലാ വേർഡും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജനിക്കട്ടെ, ജനിപ്പിച്ചു എന്നുള്ള വേർഡാണ്. എന്ന് പറഞ്ഞാൽ മെയ്ഡ് എന്ന് പറയുമ്പോൾ, ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കൽ ഉണ്ടായിരുന്നത് നശിച്ചത് വീണ്ടും തിരിച്ചു വിളിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആദമിനെ ദൈവം ലോകത്തിലാക്കുന്നതിന് മുമ്പ്, ഈ ഭൂമി മുഴുവൻ പാഴും ശൂന്യമായി കിടക്കുമ്പോൾ, അതിന് മുൻപും ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വാസ്തവത്തിൽ ജലജന്തുക്കളില്ല എങ്കിലും ഭൂമിയിൽ നിന്ന് സസ്യാദികളെ ഉണ്ടായിരുന്നു, മൃഗങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, അനേകം മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നുവെന്നുള്ളത്. വേദപുസ്തകം അതിന് തെറ്റായിട്ട് പറയുന്നില്ല. അക്ഷരീയമായിട്ട് വേദപുസ്തകം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എത്രയോ ലക്ഷം വർഷങ്ങൾ ദൈവം ഈ ഭൂമിയിൽ ദൂതനെ ആക്കി വെച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. എത്രയോ വർഷങ്ങൾ ദൈവം ഈ ഭൂമിയെ വെള്ളം കൊണ്ട് പരിപൂർണമായിട്ട് മൂടിയെന്ന് നമുക്കറിയത്തില്ല. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായി തീരത്തക്കവണ്ണം എത്ര കാലം വെള്ളം ഈ ഭൂമിയെ മൂടിയിരുന്നുവെന്നുള്ളത് നമുക്കറിയത്തില്ല. എത്ര കാലം സൂര്യപ്രകാശം ഭൂമിയിൽ കടക്കാതിരുന്നുവെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ ഭൂമിയിലെ സകല വൃക്ഷങ്ങളും നശിക്കത്തക്കവണ്ണം സൂര്യൻ്റെ പ്രകാശം പോലും ഇല്ലാതെ ഈ ഭൂമി ശൂന്യമായി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഇവിടെ എൻ്റെ വിഷയം അവിടെയല്ല. ഇവിടെ നമ്മുടെ വിഷയം എന്ന ഇതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് തനിക്ക് ദൈവം കൊടുത്തൊരു വെളിപ്പാട് കൂടി പാരം എഴുതുന്നുണ്ട്. വായിച്ചോട്ട് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 Peter chapter 3 verse number 5 and 6. ആകാശവും വെള്ളത്തിൽ നിന്നും, ശ്രദ്ധിക്കുക, ആകാശവും, എന്നിട്ട് പറയുന്നു വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും, നെക്സ്റ്റ്, പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. അപ്പോൾ എന്നോ ഒരിക്കൽ ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. എന്താ ഉളവായത്? ആകാശം. പിന്നെ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. നിങ്ങൾക്കറിയാം എന്തിനെക്കുറിച്ച് പറയുന്നത്. അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ ഭൂമിയെ ദൈവം തീയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാനാണ്. അതിനാണ് താൻ പ്രാരംഭമായിട്ട് പറയുന്നത്, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഭൂമി ഉളവായി. നിങ്ങൾക്കറിയാം ഏത് കാലത്തെക്കുറിച്ച് അത് പറയുന്നു? വ്യക്തമാണോ? അത് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച്. ദൈവത്തിൻ്റെ ഭൂമി മുഴുവൻ പാഴും ശൂന്യമായി കിടക്കുമ്പോൾ അതിന് ആ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നാണ് ദൈവം ഭൂമിയെ ഉളവാക്കിയെടുത്തത്, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമിയിൽ. എന്നാൽ എന്ത് സംഭവിച്ചു? ആ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം ആ വെള്ളത്തെ മാറ്റിയിട്ടാണ് ഉണങ്ങിയ നിലം ഉണ്ടാകുവാനും സമുദ്രമായിട്ട് വേർപെടുത്തുവാനും കാരണമായി തീർന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും
പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ വെള്ളം നമ്മൾ കാണുന്നതിന് മുമ്പ്, ഈ ഭൂമി പാഴും ശൂന്യമായി കിടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പായിരുന്നു ആകാശഭൂമി എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ കാണുന്നത്, നിങ്ങൾ കാണുന്നത് പോലെ അതിനേക്കാൾ എത്രയോ മെച്ചമായിരിക്കുന്ന രീതിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിന് എല്ലാം വളരെ ഭംഗിയായിട്ട് ദൈവം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞാൻ വിഷയത്തിൽ മടങ്ങി വരിക. ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും, അഥവാ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. പിതാവാം ദൈവം കർത്താവായ യേശു, പരിശുദ്ധാത്മാവാം ദൈവം, 3 ആളത്വങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണോ സൃഷ്ടിപ്പെന്ന് പറയുന്നത്. ഒന്നിനെ വിട്ടുമാറ്റിയിട്ട് ഒരാൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന കാര്യമല്ല സൃഷ്ടിപ്പ്. ദൈവത്തിൻ്റെ ഏത് പ്രവർത്തനത്തിലും ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങൾ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ 3 ആളത്വങ്ങൾ പ്രവർത്തിക്കാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. ഒരു പാപി മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് ദൈവത്താൽ ആകർഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കാത്തതിന് കാരണം ഭൗതികമായ ചിന്തയെന്ന് ചിന്തിക്കരുത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവ ഇതുവരെ രക്ഷിക്കപ്പെടാതെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്താൽ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ആവശ്യമാണ്. ദൈവം നമുക്ക് വേണ്ടി ആകർഷിച്ചിട്ടാണ് സ്വന്തം പുത്രനാകുന്ന യേശുവിനെ ഈ ലോകത്തിലേക്ക് തന്നുവെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്താൽ ആകർഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് എന്തു വേണം? പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് കുറ്റബോധം മനസ്സിലാക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം, അഥവാ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പിതാവിനാൽ ആകർഷിക്കപ്പെടണം. 2, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചെങ്കിൽ, പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പാപത്തെക്കുറിച്ച് ബോധം വരുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്നാണെന്ന് അറിയാമോ? ഈ ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തരുന്നു. കുഞ്ഞെ, നീ ദൈവത്തിൻ്റെ നീതിയിൽ ഒത്തിരി താഴെ വീണു, അതുകൊണ്ട് നീ മടങ്ങി വരണം. ആ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ് അയ്യോ ഞാൻ പാപി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കാരണമായി തീർന്നത്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. 3, രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താ? അതിനുവേണ്ടിയാണ് കർത്താവായ യേശു സ്വർഗ്ഗം വിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നു. ആ യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്, എനിക്ക് വേണ്ടി യേശു മരിച്ചു എന്നുള്ളത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായോ? ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണോ? പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണോ? അതോടൊപ്പം തന്നെ പുത്രനാം ദൈവത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളെ നമ്മൾ എടുത്തു പഠിച്ചാലും, മനുഷ്യരുമായിരിക്കുന്ന ബന്ധത്തിൽ, വീണ്ടെടുപ്പുമായിരിക്കുന്ന ബന്ധത്തിൽ എന്തും നിങ്ങൾ നോക്കിയോ അവിടെയൊക്കെ കാണുവാൻ സാധിക്കുന്നത് തൃത്വമാകുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ കടന്നു വരുമ്പോൾ, ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാഴും ശൂന്യമായി കിടക്കുന്ന ഒരു ഭൂമിയിൽ, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയിൽ, അതിൻ്റെ ഉപരിതലത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു ഏലിയാവ് ഒരു എലിശ കുഞ്ഞിൻ്റെ മുകളിൽ കിടന്നിട്ട്, ജീവനില്ലാത്ത കുഞ്ഞിൻ്റെ മുകളിൽ കിടന്ന് അവൻ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും കിടന്ന് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന്മേൽ, ശരീരത്തിന്മേൽ തൻ്റെതായ ശക്തി പ്രവർത്തിച്ചപ്പോൾ ആ കുഞ്ഞ് ജീവൻ പ്രാപിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വെള്ളമില്ലാതെ, രൂപമില്ലാതെ, ഭാവമില്ലാതെ, യാതൊരു ഗുണമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നിങ്ങളുടെ മേതെ വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു രൂപവും ഭാവവും ഉണ്ടാകുമെന്നുള്ള സത്യമാണ്. വാസ്തവത്തിൽ ഈ ഒന്നുമില്ലാതെ കിടന്ന, വെറും പാഴും ശൂന്യമായി കിടന്ന ഈ ഭൂമിയുടെ മനോഹാരിമയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നല്ല ആത്മാവ് ഈ ഭൂമിയിൽ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ഭൂമിയെ പ്രവർത്തിക്കുവാനായിട്ട് കാരണമായിരുന്നത്. 1-2 വാക്യങ്ങളുടെ പെട്ടെന്ന് വായിച്ച് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. അതിനാധാരമായിട്ട്
33 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം. ചാപ്റ്റർ 30 ഒരു വാക്യം കൂടെ. ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 26 verse 13 and 33 chapter verse 4. അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു, അവന്റെ കൈ വിദ്രുത സപ്രത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. 33-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ. ശ്രദ്ധിക്കുക വേർഡ്, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ക്രിയേറ്റീവായിരിക്കുന്ന എഫേർട്ട് എടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നത്, ഒരു മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. മറ്റ് ആളത്വങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ലേ? വായിച്ചോട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്രം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1 verse 3. സകലതും അവൻ മുഖാന്തരമുള്ളവായി. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഈ ലോകത്തിൽ എന്തെല്ലാം സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നുവോ, എന്തെല്ലാം ഉളവാക്കപ്പെടുവാൻ ഇടയായത് മുഴുവൻ കാരണമായി തീർന്നത് കർത്താവായ യേശു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്തെല്ലാം കാര്യങ്ങൾ പറയുവാൻ സാധിക്കുമോ അതിൻ്റെ ഒക്കെയും അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നതോ കർത്താവായ യേശു. ഒരു വാക്യം കൂടെ, കൊലോസ്യൻസ് ചാപ്റ്റർ 1 verse 15 and 16. കൊലോസ്യ 1:15-16 വാക്യം. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു? നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ എല്ലാത്തിനെയും കാരണം ആയിത്തീർന്നത് ആര്? കർത്താവായ യേശു. സകലത്തിൻ്റെയും അവൻ മുഖാന്തരമാണ്. എല്ലാത്തിൻ്റെ ദ റൂട്ട് കാസ്, എല്ലാത്തിൻ്റെ കാരണം, എല്ലാം യഥാസ്ഥാനപ്പെടുവാൻ, എല്ലാം ഭംഗിയായി തീർക്കുവാൻ ഉള്ള കാരണമെന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. എന്നാൽ ദൈവത്തിൻ്റെ പാർട്ട് എന്തുവാ? ദൈവത്തിനും ഒരു പാർട്ടുണ്ടായിരുന്നു. വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സങ്കീർത്തനം 33:6 വായിച്ചാട്ട്. സങ്കീർത്തനം 33:6 അവിടെ പറയുന്നത് യഹോവയുടെ വചനത്താൽ ആകാശം. അതിന് 9-ാമത്തെ വാക്യം കൂടെ, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ തൃത്വമാകുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സൃഷ്ടിപ്പിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിതാവാം ദൈവം അരുളി ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു, കർത്താവായ യേശുക്രിസ്തു അതിന് മുഖാന്തരമാകുന്നു. എന്നാൽ എന്താണ് ഇവിടെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത? ഞാൻ തിരിച്ച് മടങ്ങി വരട്ടെ. ഇവിടെ ദൈവം സൃഷ്ടിച്ചു മാറിക്കുന്ന സൃഷ്ടിപ്പ് നമ്മുടെ ചിന്തയിൽ അതാകുന്നുവല്ലോ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകമുളവായി. അതാ നമ്മുടെ വിഷയം. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ലോകമുളവായി. എങ്ങനെയാണ് ദൈവം ആ വചനം കൊണ്ട് ഈ ലോകത്തെ ഉളവാക്കിയത്? ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറഞ്ഞു, ദൈവം അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. യാതൊരു മാറ്റങ്ങളും വരുവാൻ ഇടയായിത്തീർന്നില്ല. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചോട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നാട്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 3 and 4, 3-4 വാക്യം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഞാൻ പറയുവാൻ പോകുന്നില്ല. അതിന് മുൻപായിട്ട് അതിന് പിന്നാലെ കടന്നു വന്ന വെളിച്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ദൈവം എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശൂന്യതയിൽ നിന്നുകൊണ്ട് ഉള്ള ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്. ഇവിടെ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ആ ഭൂമി മുഴുവൻ എന്തുണ്ടായിരുന്നു? ഇരുളായിരുന്നു. ആഴത്തിന്മീതെ വെള്ളം അതിന് മുന്നിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ നിന്ന് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ദൈവം ഇവിടെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നത് വെളിച്ചമാണ്. വെളിച്ചത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം വെളിച്ചത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ വെളിച്ചത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. വെളിച്ചം ഉണ്ടാകുവാനുള്ള യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ല. മുഴുവൻ ചുറ്റുപാടുകളും മുഴുവൻ കാണുന്നത് എല്ലാം നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളാണ്. പോസിറ്റീവായിരിക്കുന്ന ഒരൊറ്റ കാര്യം പോലും അവിടെ കാണുന്നില്ല. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വെളിച്ചത്തിൻ്റെ ഒരംശം പോലും അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. പിന്നീട് മുഴുവൻ ഇരുട്ട് മാത്രമാകുന്നുവെങ്കിൽ, വെറും ഒന്നുമില്ലായ്മ മാത്രമാകുന്നുവെങ്കിൽ എന്തിനെയാണ് താൻ വിളിച്ചു വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്? അതിന് വിരുദ്ധമായ
വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ചുറ്റുപാടുകൾ മുഴുവനെങ്കിൽ ഈ ചുറ്റുപാടുകൾ മുഴുവൻ വിരുദ്ധമായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവം വിളിച്ചു വരുത്തുന്ന നന്മയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മറ്റൊന്നിനു വേണ്ടിയല്ല, എൻ്റെയും നിങ്ങളുടെയും ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ചിലത് വിളിച്ചു വരുത്തുവാൻ സാധിക്കുമെന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, എന്നിലും നിങ്ങളിലും ഉള്ളത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ ദൈവം തന്നിരിക്കുമ്പോൾ, ആ വിശ്വാസത്തെയാണ് നമ്മൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം വെളിച്ചം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ എവിടുന്നാണ് ദൈവം വെളിച്ചം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്? ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് അതിനൊന്നുകൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനാധാരമായിട്ട് 2 കൊരിന്ത്യർ 4 അധ്യായം അതിൻ്റെ 6 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് 2 Corinthians chapter 4 verse 6. 2 കൊരിന്ത്യർ 4:6. നിങ്ങൾ മനസ്സിലാക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. അപ്പോൾ എവിടുന്നാണ് വെളിച്ചം ഉണ്ടാകുവാൻ ദൈവം കൽപ്പിച്ചത്? വെളിച്ചത്തിൻ്റെ യാതൊരു കണി പോലും ഇല്ലാതിരിക്കുമ്പോൾ, വെളിച്ചം കാണുവാൻ അസാധ്യമായിരിക്കുന്ന സ്ഥാനത്ത് ഇരുട്ട് മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, 1-2 വർഷത്തെ ഇരുട്ടല്ല, 1-2 ദിവസത്തെ ഇരുട്ടുകളല്ല, കോടാനുകോടി വർഷങ്ങൾ കിടക്കുന്ന ഇരുട്ടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിക്കുവാൻ തുടങ്ങുന്നത്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ എത്രയോ വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ പറ്റുമെന്നുള്ളത് ദൈവത്തിൻ്റെ നല്ല ആത്മാവിന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. അതാണ് ഇന്ന് രാത്രി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി കാലങ്ങളുടെ പഴക്കം പറയുവാൻ സാധിക്കും, ഒത്തിരി കാരണങ്ങൾ ഒന്നും പറയുവാൻ സാധിക്കത്തില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം കടന്നു വരണമെന്നുള്ളത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തു. ദൈവം ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ദൈവം കൽപ്പിച്ചത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വെളിച്ചം കണ്ടിട്ടല്ല ദൈവം പറഞ്ഞത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചത്. പിന്നെയോ ചുറ്റും തൻ്റെ മുൻപിൽ നോക്കുമ്പോൾ ഇരുട്ട് കാണുവാൻ സാധിക്കുമെങ്കിൽ ആ ഇരുട്ടിലേക്ക് താൻ നോക്കിക്കൊണ്ട് പറയുകയാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. ഹംദലല ബക്കാലബലബ. ദൈവമക്കൾ മനസ്സിലാക്കണം, മുൻപിൽ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിൻ്റെ നടുവിൽ നിന്നാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വെളിച്ചത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നുവെന്നുള്ളത് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. ദൈവം അതാ ചെയ്തത്. ഇരുട്ടിൽ നിന്ന് ദൈവം വെളിച്ചത്തെ കൊണ്ടുവന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ ദൈവം തൻ്റെ ദാസനാകുന്ന എഹെസ്കേലിനോട് ഒരു കാര്യം ചോദിച്ചു. എഹെസ്കേലിനെ ഒരു വലിയ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് എത്രയും ഉണങ്ങിയതായിരിക്കുന്ന അസ്ഥി. ദൈവത്തിൻ്റെ ദാസനോട് ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നാൽ ഒന്ന് പറയുവാനുണ്ട്. എന്നിട്ട് ദൈവം തൻ്റെ ദാസനോട് പറയുണ്ടായി, അതേ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കും. എപ്പോഴാ ജീവിച്ചതെന്നറിയാമോ? അസ്ഥിയോട് ചേർന്നു, മാംസം അസ്ഥിയോട് ചേർന്ന് വന്നു, ഞരമ്പുകൾ തൊക്കുകളൊക്കെയും വെച്ചു. എന്നിട്ട് ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയപ്പോൾ ഒരു വലിയ സൈന്യമായിട്ട് ഈ വെറും ഉണങ്ങിയ അസ്ഥികൾ നിൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി നോപ്പിക്കട്ടെ, ഉണങ്ങിയ അസ്ഥികളുടെ മുൻപിൽ നിന്നുകൊണ്ട് സൈന്യത്തെ ഉളവാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ദൈവമെന്ന് വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറും അസ്ഥികളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു വലിയ സൈന്യത്തെ ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്താ ഇവിടെ ദൈവം ചെയ്തത്? ഇരുട്ടിൽ കിടന്നു മാറിക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവം കൽപ്പിച്ചു. എന്താ ദൈവം കൽപ്പിക്കുവാൻ? വായിച്ചാട്ട് വീണ്ടും ഒരിക്കൽ കൂടെ അതിൻ്റെ 3-ാമത്തെ വാക്യം, 3rd verse, 1:3. നിങ്ങൾ മനസ്സിലാക്കുക, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ മതി. എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ തുടങ്ങിയ എവിടെയാ ദൈവം കാണുന്നത്? ഇരുട്ടിൻ്റെ നടുവിൽ നിന്ന് ദൈവം കൽപ്പിക്കുവാൻ പോകുക, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. എന്തുകൊണ്ടാണ് ദൈവം ഇത് കൽപ്പിക്കുവാൻ പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് ഒരല്പമെങ്കിലും സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ പറയുന്നത് നടക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല. ദൈവത്തിന് ഒരു കാര്യം അറിയാം, ഇത് ഞാൻ എന്ത് അരുളി ചെയ്യുന്നുവോ അത് സംഭവിക്കുവാൻ പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫെയ്ത്ത് ഇൻ ആക്ഷനാണ് എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിശ്വാസം പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ ആദ്യം പറയുണ്ടായി, എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വാസമാണ് തന്നിരിക്കുന്നത്. അതിന് അളവ് വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അത് കടുമണിയോളം വലിപ്പമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ പ്രത്യേക
സാധ്യത എന്ന് പറയുന്നത്, ആ വിശ്വാസം എൻ്റേതല്ല, എൻ്റെ കുടുംബസ്വത്തല്ല, ദൈവം എനിക്ക് തന്നിരിക്കുന്നതാ. ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നതാണോ? ദൈവത്തിൻ്റെ വിശ്വാസം എന്നിൽ തന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസം ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ആ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കുക. ഇരുട്ടിൽ നിൽക്കുന്നവനാകുന്ന ദൈവം വെളിച്ചം ഉണ്ടാകുമോ എന്ന് ദൈവത്തിന് മുൻപിൽ ഒരു പ്രശ്നമല്ല. ദൈവത്തിന് ഒരു കാര്യം അറിയാം, എന്ത് ഞാൻ കൽപ്പിച്ചുവോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്താ ദൈവത്തിന് സാധ്യമായത്? ഇരുട്ടിൽ നിന്നുകൊണ്ട് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എന്താ സംഭവിച്ചത്? വെളിച്ചം ഉളവാകുവാൻ കാരണമായി തീർന്നു. യാതൊരു ഡൗട്ടുമില്ല, അതപ്രകാരം സംഭവിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇരുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇരുട്ടിന്റെ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മിണ്ടാതിരിക്കരുത്. ഇതെന്നെ കൊണ്ട് നശിപ്പിച്ചേ പോകത്തുള്ളൂ ചിന്തിക്കരുത്. ഇതെന്നെ കൊണ്ട് തകർത്തുകളും ചിന്തിക്കരുത്. ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് വെളിച്ചം കടന്നു വരുവാനായിട്ട് കൽപ്പിക്കുക. നിങ്ങളുടെ നാവിൽ കൂടെ വാക്കുകൾ കടന്നു വരട്ടെ, ദൈവ വിശ്വാസത്തിന്റെ വാക്കുകൾ കടന്നു വരട്ടെ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് ഒരു ക്രിയേറ്റീവ് ഫെയ്ത്ത് ആകുന്നുവെങ്കിൽ എന്നിലും നിങ്ങളിൽ കൂടെ ചിലത് നടക്കുക തന്നെ ചെയ്യും. എന്താ ഇവിടുത്തെ വിഷയം? ദൈവം അവിടെ നിന്ന് കൽപ്പിക്കുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. യാതൊരു ഡൗട്ടുമില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറയുന്നു, നിങ്ങൾക്ക് എന്ത് ചോദിക്കുന്നുവോ അത് ലഭിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകണം. എന്തോ വേണം? അത് ലഭിച്ചുവെന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്തുണ്ടായിരുന്നു? ദൈവം വെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, വെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ചു. ഹി പ്രൊക്ലെയിംഡ്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ നാവിൽ കൂടെ ഈ വാക്ക് കടന്നു വരാതെ ജീവിതത്തിൻ്റെ അനുഗ്രഹം കാണുവാൻ സാധ്യമല്ല. നിങ്ങൾ ഒരുപക്ഷെ പരിമാനിക്കാൻ ഒത്തിരി വിശ്വാസമുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം യാതൊരു ഗുണവും അതുകൊണ്ട് വരത്തില്ല. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വാക്കുകളായിട്ട് വെളിപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരിക്കൽ ദൈവത്തിൻ്റെ ദാസനോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ, നീ പോയി ആഹാബ് രാജാവിനോട് പറ, ഞാൻ ഈ ദേശത്ത് 3 വർഷം ഞാൻ മഴ പെയ്ക്കാതെ പോവുകയാണ്. എന്നാൽ അവസാനമായിട്ട് പറഞ്ഞു, നീ പോ, ഞാൻ ഈ ദേശത്ത് മഴ പെയ്ക്കുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഈ പ്രവാചകൻ കടന്നുപോയി. ആഹാസിൻ്റെ മുൻഭാഗം നിന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു യാഗമൊക്കെ നടന്നു. ദൈവം അത്ഭുതമായിട്ട് പ്രസാദിച്ചു. തുടർന്നുള്ള വിഷയമായ എൻ്റെ വിഷയം, അവിടെ തൻ്റെ ദാസനായിരിക്കുന്ന ഗേഹസി അയച്ചിട്ട് പ്രവാചകനെ പ്രകാരം പറയുക, നീ പോയി നോക്ക, ഒരു മേഘം കാണുന്നു. താൻ എന്ത് ചെയ്തു? തൻ്റെ തല മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ചു. ഒരു സാക്രിഫൈസ്ഡ് പ്രയർ, ഒരു ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന. അത് അത്ര ഈസി ആയിരിക്കുന്ന ഒരു കാര്യമല്ല. ഫോർ എ ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം കൊണ്ടുവരുവാൻ തക്കവണ്ണം വളരെ ത്യാഗത്തോടുകൂടെ താൻ പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെട്ടു. ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞു, യാതൊന്നും സംഭവിച്ചില്ല. പിന്നെയും പറഞ്ഞു, നീ വീണ്ടും പോയി നോക്ക. രണ്ടാമത് യാതൊന്നും സംഭവിച്ചില്ല. മൂന്നാമത് യാതൊന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ ദാസന് ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം അറിയാം, ഒരു മഴ പെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്താ ഇവിടുത്തെ വിഷയം? ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ അവസാനമായിട്ട് 7-ാം പ്രാവശ്യം പറഞ്ഞു, നീ പോയി നോക്ക എന്ന് പറഞ്ഞു. ദാസൻ പോയി നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം. അത് മതിയായിരുന്നു. ആ ഒരു കൊച്ചു കൈപ്പത്തിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു മഴ പെയ്യാൻ പോകുകയെന്നല്ല ഏലിയാവ് പറഞ്ഞത്. ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? താന് നേരെ ഓടുക, ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ കടന്നു ചെന്നിട്ടോ ആഹാബിനോട് പറയുക, നീ പെട്ടെന്ന് പൊക്കോ, ഒരു വലിയ മഴ പെയ്യാൻ പോകുന്നു. കണ്ടത് കൊച്ചു മേഘമാ, പക്ഷെ തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് കൊച്ചു മഴയല്ല, തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് വലിയ മഴയാണ്. എന്താ അതിന് കാരണം എന്നാണെന്നറിയാമോ? ദൈവം തന്നോട് അരുളി ചെയ്തതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം തൻ്റെ ദാസനുണ്ടായിരുന്നു. ദാസന് മനസ്സിലായി, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ ഈ കൊച്ചു കൈപ്പത്തി കണക്കെയുള്ള മേഘം കണ്ടാൽ മതി, അതിൽ കൂടെ വലിയ കാര്യം ദൈവത്തിന് ചെയ്യിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് തൻ്റെ ദാസനറിയേ. നിങ്ങൾ മനസ്സിലാക്കണം, വലിയ കാര്യമൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശു പ്രവർത്തിച്ചത് 5 അപ്പമാണ്, അതുകൊണ്ട് പോഷിപ്പിച്ചത് 5000 പേരെയാണ്. ദൈവം കൽപ്പിച്ച ഇസ്രായേൽ മക്കൾക്ക് അയച്ചത് ഒരു കാറ്റ്, പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത് 6 ലക്ഷം പുരുഷന്മാരടങ്ങിയ ഒരു വലിയ കൂട്ടം തിന്നത് 1 മാസം മുഴുവൻ ഇറച്ചിയാണ്.
ചെയ്തത് ഒരു ചെറിയ പ്രവർത്തനം. പക്ഷേ ആ വലിയ പ്രവർത്തനം കണ്ടിട്ട് വിശ്വസിക്കുന്നുള്ളതല്ല. ഇവിടെ എന്താ ആവശ്യമായിരിക്കുന്നത്? ഇവിടെ തൻ്റെ ഫെയ്ത്ത് ദൈവം പ്രൊക്ലെയിം ചെയ്യുക, ആ ഫെയ്ത്ത് അവിടെ വെളിപ്പെടുത്തുക. ഒരുപക്ഷെങ്കിൽ ആദ്യം ആ അത്ഭുതം കണ്ടിട്ടില്ല, എങ്കിലും മാറിയിട്ടില്ല. പിന്നീട് എന്താണെന്നറിയാമോ? ഈ അത്ഭുതം കാണുന്നത് വരെ ഏലിയാവ് തൻ്റെ ദാസനാകുന്ന ഗേഹസയെ അയച്ചതുപോലെ ഞാൻ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരുപക്ഷെ ആ രോഗം മാറിപ്പോയില്ലെന്നിരിക്കുക, ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രശ്നം മാറിപ്പോകത്തില്ലെന്നിരിക്കുക. എന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവമക്കളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം അത് മാറുക തന്നെ ചെയ്യും. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുവാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എന്തു പറയുന്നു? ചില കാലങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ പലരുടെയും അനുഗ്രഹങ്ങൾ വഴിയിൽ മുടങ്ങിക്കിടക്കുക. അത് ദൈവം തരാഞ്ഞിട്ടല്ല, പിന്നെയോ ഞാനത് ഏറ്റെടുക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. വിശ്വാസത്താൽ ദൈവം എന്ത് ചെയ്തു? ഇരുട്ടിൽ നിൽക്കുമ്പോൾ ദൈവം കൽപ്പിക്കുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സമയം മുൻപോട്ട് കടന്നു പോകുന്നല്ലോ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. എന്ത് ദൈവം കൽപ്പിച്ചുവോ അത് അക്ഷരീയമായി സംഭവിച്ചു. ദൈവം, നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും. അത് സംഭവിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് സംഭവിക്കുമെന്ന. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന്. എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരുന്നത് സംഭവിക്കുമെന്ന്. എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ നമ്മൾ നാവിൽ കൂടെ കടന്നൊരു വാക്കുകൾ അക്ഷരീയമായിട്ട് നിറവേറ്റപ്പെടുമെന്ന്. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ പിശാചെ അല്ലെങ്കിൽ സാത്താനെ ഒന്നും വിളിച്ച് പറയരുത്. നാളെ അവർ സാത്താനാകേണ്ട കാരണം അതാ. പ്രിയപ്പെട്ടവരെ, പ്രൊക്ലെയിം ദ ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങളൊന്ന് വിളിച്ച് പറയാൻ നോക്കുക. അക്ഷരീയമായിട്ട് അപ്രകാരമായിരിക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടത് ഇന്നത്തെ അവസ്ഥ നിന്നുകൊണ്ട്, ഇന്നത്തെ ഇരുട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ജനത്തെയല്ല ദൈവത്തിന് വേണ്ടത്. ഇന്നത്തെ ഇരുട്ടിൽ നിന്നുകൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന ഒരു ജനത്തെയാ ദൈവത്തിന് വേണ്ടത്. ദൈവം അതായിരുന്നു ചെയ്തത്. എന്താ സംഭവിച്ചത്? 2, ദൈവം വെളിച്ചത്തെ നോക്കിയിട്ട് കണ്ടത് നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് ദൈവം നല്ലത് കണ്ടു? രണ്ടാമത്തെ പ്രത്യേകത കാണുവാനുള്ള ഒരു കാരണമുണ്ട്. ദൈവം വെളിച്ചത്തെ നോക്കി നല്ലതെന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. എന്താ ദൈവം നല്ലതെന്ന് കാണുവാൻ ഇടയായിത്തീർന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം എന്ത് ഡിസൈൻ ചെയ്തുവോ അതുപോലെയാണ് അത് പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഹി ഡിസൈൻഡ് എക്സാക്ട്ലി ബിഫോർ സ്പീക്കിംഗ്. ഹി ഡിസൈൻഡ് എക്സാക്ട്ലി ബിഫോർ സ്പീക്കിംഗ്. പറയുന്നതിന് മുമ്പ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നതിന് മുമ്പ്, വെളിച്ചം ഉണ്ടായിക്കഴിഞ്ഞിട്ട് വെളിച്ചം എങ്ങനെ വേണമെന്ന് ചിന്തിപ്പിക്കുവാനല്ല ദൈവം പോയത്. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചത്തിൻ്റെ ഉദ്ദേശം എന്താണ് വെളിച്ചത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ ദൈവത്തിനുണ്ടായിരുന്നു. എന്തായിരിക്കണം അതിൻ്റെ ആറ്റിറ്റ്യൂഡ്? കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു ഗൾഫ് മേഖലയിൽ ഒരു സഹോദരൻ, ജോലിയില്ല, ആഹാരത്തിന് മാർഗമൊന്നുമില്ല. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് തരും. ഒരു റിമോട്ട് ഏരിയയിൽ താമസിക്കുക. ആ സ്ഥാനത്ത് അടുത്ത ദിവസത്തേക്ക് ഒരു ആഹാരത്തിന് പോലും മാർഗമില്ലാതെ താൻ ഒറ്റയ്ക്ക് വാവിട്ട് ദൈവത്തോട് നിലവിളിക്കുക. തനിക്കുണ്ടായിരുന്നു ഒരു ബോട്ടിൽ വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളം മുൻപിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ വീട്ടിൽ ആകെയുള്ളത് ഈ ബോട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുൻപിൽ യാതൊന്നുമില്ല. പക്ഷേ ഞാൻ ഒന്ന് കാണുന്നത് വിശ്വാസ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുക. ഈ സഹോദരൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പറഞ്ഞ വിഷയം നിങ്ങൾ കേൾക്കണോ? ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്തു നിന്ന് അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി 1 മാസത്തേക്ക് വേണ്ട സകല സാധനം കൊണ്ട് ഇങ്ങനെ പിടിച്ചത്. എങ്ങനെ ഇതെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. തൻ്റെ മുൻപിലൊരു കാഴ്ചപ്പാടുണ്ട്, തൻ്റെ മുൻപിൽ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവം എന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എനിക്കിവിടെ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് പോലും പരിചയമില്ലാത്ത ഒരാളെ 15 കിലോമീറ്റർ സഞ്ചരിപ്പിച്ച് സ്വർഗ്ഗത്തിലെ ദൈവം അയച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവം തൻ്റെ മക്കളെ കരുതുന്ന വിധങ്ങൾ എത്ര വലുതാണ്.
എന്താ വേണ്ടത്? ഡിസൈൻ ചെയ്യുക. എന്താ നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങൾക്കത് വേണ്ടത്. നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരോഗ്യം എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ചിന്തിക്കുക. നിങ്ങൾക്കൊരു ജോലി ആവശ്യമാണെങ്കിൽ എന്താണ്, എങ്ങനെയായിരിക്കണം നിങ്ങൾ ചിന്തിക്കുക. അല്ല, നിങ്ങൾ മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യുവാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണത് പെർഫോം ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കതിന് ഡിസൈൻ നിങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാം, PG വർഗീസ് അനുഗ്രഹിക്കപ്പെട്ട ദൈവ കത്തുദാസൻ, വിശ്വാസമല്ലോ വളരെയധികമായി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കത്തുദാസൻ. പോൾ യോങ്കിച്ചോ അദ്ദേഹം ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ പോൾ യോങ്കിച്ചോണ്ട് ദൈവം ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു മേശയും 2 കസേരയും വേണമെന്ന്. ഇദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുള്ള മേശയാണ് വേണ്ടേ? അന്നേരം മനസ്സിലാക്കിയത്, എൻ്റെ മേശയെക്കുറിച്ച് എനിക്കൊരു ഡിസൈൻ ഉണ്ടായിരിക്കണമെന്ന്. ആ മേശയെക്കുറിച്ച് ഒന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, അതിന് ഇന്നതൊക്കെയാണ് വേണ്ടത്. എക്സാക്ട്ലി ദ സെയിം തിങ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? ചെയ്തത് മറ്റൊന്നുമല്ല, മനസ്സിലൊന്ന് ഡിസൈൻ ചെയ്തു, മനസ്സിലൊന്ന് കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന വിഷയങ്ങൾ അത് എങ്ങനെയായിരിക്കണം പെർഫോം ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അത് വർക്ക് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, എക്സാക്ട്ലി ദ സെയിം തിങ് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവം വെളിച്ചത്തെ നോക്കി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ദൈവം കാണുവാനുള്ള കാരണമുണ്ട്. ദൈവം എങ്ങനെ ആ വെളിച്ചത്തെ മനസ്സിൽ ഡിസൈൻ ചെയ്തുവോ, എക്സാക്ട്ലി ദ സെയിം തിങ് ഇറ്റ്സ് ഹാപ്പൻ. നിങ്ങൾ മനസ്സിലാക്കണേ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ നാവിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇത് വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു സത്യമാർഗ വിഷയമാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു, അതിനനുസരിച്ചായിരിക്കും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കുക, എന്നെക്കൊണ്ട് യാതൊരു കഴിവുമില്ല, ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധ്യമല്ല. എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ സാധ്യമല്ല. ഈ നാളുകൾ ദൈവം നോക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അവർ വേണ്ടത് മറ്റൊന്നുമല്ല, മനുഷ്യരെ കൊണ്ട് ശക്തന്മാരെ ലജ്ജിപ്പിക്കുവാൻ, ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ ബലഹീന ഒരു ചിന്ത വേണം, എന്നെക്കൊണ്ട് ബലവാനെ ലജ്ജിപ്പിക്കണം. ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ മേൽ വ്യാപരിക്കേണ്ടത്, ദൈവത്തിൻ്റെ കരങ്ങളാണ് എൻ്റെ മേൽ പകരേണ്ടത്, ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ മേൽ പകരേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്താ വേണ്ടത്? ഈ ദിവസങ്ങളിൽ നമ്മളത് ഡിസൈൻ ചെയ്യണം, നമ്മളത് കാണണം. എന്തായിരിക്കണം, എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്? എക്സാക്ട്ലി ദ സെയിം ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഒരു വലിയ കാഴ്ചപ്പാടില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട്, ഒത്തിരി കാര്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ ആ ചോദിക്കുന്നതിനെക്കുറിച്ച് പോലും നമുക്കൊരു കാഴ്ചപ്പാടില്ല. പലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ആ പ്ലാൻ ചെയ്യുന്നത് ഇന്നതൊക്കെ ചെയ്യണമെന്ന്. അതല്ല, എന്താ വേണ്ടെന്നുള്ളത് പ്ലാൻ ഇറ്റ്, പ്രൊക്ലെയിം ഇറ്റ്. ഇതായിരുന്നു ദൈവം ചെയ്തത്. ദൈവം ഈ ഭൂമിയെ സ്ഥാപിച്ചപ്പോൾ, ഈ ഒന്നുമില്ലായ്മ ശൂന്യതയിൽ നിന്നുകൊണ്ട് ആകാശത്തെ ഭൂമിയെ ദൈവം ഉളവാക്കിയപ്പോൾ, ഈ ശൂന്യതയിൽ നിന്നുകൊണ്ട് ദൈവം കൽപ്പിച്ചു, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറയുക, ആകാശമുണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ. എക്സാക്ട്ലി ദ സെയിം തിങ് സംഭവിച്ചു. എവിടുന്നാന്ന് അറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് ഹാപ്പൻ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുമ്പോൾ ഈ നാളുകളിൽ ആ വിശ്വാസം നമ്മൾ കൂടെ വെളിപ്പെടട്ടെ. നമുക്കെല്ലാവരും കണ്ണുകളെ അടയ്ക്കാം.